ഈശോയെ സ്നേഹിച്ചു കുറുക്കു വഴികളാൽ പറുദീസ പുയേകിയ തിരുമുഖത്തിൻ ചെറുപുഷ്പം നീ. ത്രേസ്യ, കൊച്ചു ത്രേസ്യ, ത്രേസ്യ, കൊച്ചു ത്രേസ്യ. സഹനം തിരുഹൃദയെ പനിമലരായി ചൂടാൻ, സ്നേഹം നിറത്തിരി പോൽ പകർന്നേകണമേ. എനിക്ക് വേണ്ടി എൻ്റെ പ്രിയനാഥൻ സ്വർഗം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഒരു ചെറിയ തിരുവോസ്തിയിലാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ വാക്കുകളാണിവ. ഒരു സാധാരണക്കാരിയായ സന്യാസിനി, ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധ, അതെ, ഈശോയുടെ സ്വന്തം കൊച്ചു ത്രേസ്യ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ഈ വിദ്യാലയത്തിൻ്റെ നാമധാരിയായ വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ തിരുനാളിനായി ഓരോ ദിനവും നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നേ ദിനത്തിൽ നമ്മുടെ രാഷ്ട്രത്തെയും രാഷ്ട്രീയ അധികാരികളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയ ഈ അനുഗ്രഹദായക നിമിഷത്തിൽ വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ ക്ഷമ നിറഞ്ഞ ജീവിതപാതയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഭൂമിയിൽ ഒരു മാലാഖയെ പോലെ ജീവിച്ച് സ്വർഗത്തിലേക്ക് പറന്നുയർന്ന കൊച്ചു ത്രേസ്യയുടെ ധന്യജീവിതം നമുക്കേവർക്കും അനുകരണീയവും മാതൃകാപരവുമാണ്. ഈശോയോടുള്ള സ്നേഹത്താൽ, സഹനത്തിൻ്റെ ക്ഷമയാൽ കത്തി ജ്വലിച്ചവളാണ് കൊച്ചു റാണി. വെറും 24 വർഷത്തെ ജീവിതം, 15 കൊല്ലം വീട്ടിൽ, 9 വർഷം ആശ്രമത്തിൽ, 1/4 നൂറ്റാണ്ട് പോലും തികയാൻ കഴിഞ്ഞില്ല. ചിറകു മുളയ്ക്കും മുമ്പ് തന്നെ മാനം നോക്കി പറന്നു. ഭൂമിയുടെ താഴ്മയിൽ നിന്ന് സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് പറന്നുയർന്ന ഒരു മാലാഖ പക്ഷി. തറയിൽ നിന്ന് കുതിച്ചുയർന്ന പന്ത് പോലെയായിരുന്നു അവളുടെ ജീവിതം. ക്ഷമ എന്ന പുണ്യത്തെ പുൽകി വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ ചെറുപുഷ്പം. ദൈവം ഒരുക്കപ്പെട്ട ജീവിതത്തിലൂടെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രസിദ്ധി ആർജിച്ച വിശുദ്ധാത്മാവ്, അതെ, ഈശോയുടെ സ്വന്തം വിശുദ്ധ കൊച്ചു ത്രേസ്യ. ദൈനംദിന ജീവിതത്തിൻ്റെ വളരെ സാധാരണമായ സാഹചര്യങ്ങളെ അസാധാരണമായ വിശുദ്ധിയോടെ, നിയോഗത്തോടെ സമർപ്പിച്ച് കുറുക്കു വഴിയിലൂടെ സ്വർഗം സ്വന്തമാക്കിയവൾ. ശൈശവത്തിൻ്റെ നിഷ്കളങ്കതയും ബാല്യത്തിൻ്റെ ഊർജ്ജസ്വലതയും യൗവനത്തിൻ്റെ സൗന്ദര്യവും കാൽവരിക്കുരിശിൽ സമാഹരിച്ച് ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ സുവിശേഷമോദിയ പുണ്യജന്മം. സ്വർഗീയ വസതിയിലിരുന്ന് അനുഗ്രഹത്തിൻ്റെ റോസാപുഷ്പങ്ങൾ വർഷിക്കുന്ന നിത്യമധ്യസ്ഥ. എൻ്റെ സ്വർഗരാജ്യം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി ഞാൻ വിനിയോഗിക്കുമെന്ന് പറഞ്ഞവൾ. ക്ഷമ എന്ന പുണ്യത്തെ പുൽകി തിളങ്ങി നിന്ന വിശുദ്ധ നക്ഷത്രം. ദൈവസന്നിധിയിൽ ക്ഷമയോടെ പ്രാർത്ഥിച്ചവൾ. ക്ഷമ എന്ന പുണ്യത്താൽ ജീവിതത്തെ മെനഞ്ഞവൾ. ഈശോ പകർന്നു തന്ന ക്ഷമയുടെ പാത പിന്തുടർന്ന് നമുക്കും വിശുദ്ധിയുടെ വെളിച്ചമായവൾ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ ക്ഷമ എന്ന പുണ്യത്തെ പുൽകി ജീവിക്കാം. അതിനായി വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാധ്യസ്ഥ സഹായം നമുക്ക് യാചിക്കാം. ആമീൻ.